നമ്മുടെയൊക്കെ വീട്ടിലിരിക്കുന്ന പഴയ ഗ്യാരണ്ടീഡ് ആഭരണങ്ങളൊക്കെ ഉണ്ടല്ലോ, നല്ല കറുത്ത ക്ലാവ് പിടിച്ചിട്ട് ഇതുപോലെ നമ്മളൊക്കെ കളഞ്ഞിട്ടേക്കുന്ന അമ്മമാരൊക്കെ ഈ ഒരു പഴയതാണ് എന്ന് ഓർത്തിട്ട് കളഞ്ഞിട്ടേക്കുന്ന ഗ്യാരണ്ടി ആഭരണങ്ങളൊക്കെ ഇരിപ്പുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്ത് നോക്കാം കേട്ടോ. പെട്ടെന്ന് നല്ല രീതിയിൽ അങ്ങോട്ട് നല്ല നമ്മൾ പുതിയ പോലെ തന്നെ ആ ഒരു ക്ലാവൊക്കെ അങ്ങ് മാറിയിട്ട് നമ്മൾ പോലും ഞെട്ടിപ്പോട്ടോ. ആ ഒരു രീതിയിൽ തന്നെ ഇതുപോലെ നമുക്ക് പെട്ടെന്ന് ക്ലീൻ ആയിട്ട് കിട്ടും. ഏകദേശം ഒരു 10 മിനിറ്റ് കൊണ്ട് നമുക്കൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ കറുത്തൊക്കെ ഇരുന്നിട്ട് കളയാൻ വെച്ചേക്കുന്ന എന്തെങ്കിലുമൊക്കെ വീട്ടിലിരിപ്പുണ്ടെങ്കിൽ വളയോ മാലയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്ത് നോക്കാം കേട്ടോ. അപ്പോൾ നമുക്കിപ്പോൾ അടുത്ത വീട്ടിൽ നിന്ന് എടുത്ത് തന്നാട്ടോ. അപ്പോൾ ഒന്ന് ക്ലീൻ ചെയ്ത് തരാമോ എന്ന് വെച്ചായിരുന്നു. അപ്പോൾ ഞാൻ ക്ലീൻ ചെയ്ത് നോക്കിയപ്പോൾ നമുക്കൊന്ന് ഏതായാലും സക്സസ് ആയി. അപ്പം ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തു. അപ്പം നിങ്ങൾക്കൊന്ന് ഉപകാരപ്പെടുവാണെങ്കിൽ പെട്ടോട്ടെ എന്ന് വെച്ചിട്ടുണ്ട് ഞാനത് നിങ്ങൾക്കിലേക്ക് ഇട്ട് തന്നാട്ടോ. അപ്പം നിങ്ങൾക്ക് ഇതുപോലെ കറുത്തൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ക്ലീൻ ചെയ്തോട്ടോ. അപ്പോൾ ഞാനിപ്പോൾ എടുത്തേക്കുന്നത് ചെറിയൊരു കഷ്ണം പുളിയുടെ കഷ്ണം കേട്ടോ, നമ്മൾ ചമ്മന്തിയൊക്കെ ഇരിക്കുന്ന പുളിയുടെ കഷ്ണം. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ പുളി ഇല്ലെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ, ചെറുനാരങ്ങയുടെ ഒരു നാരങ്ങ നാലാക്കിയിട്ട് കീറിയിട്ട് ആ നാലിലൊരു ഭാഗം എടുത്താൽ മതി. നമ്മൾ പുളി ഇങ്ങനെ ഉടച്ചിടുന്നതിന് പകരമായിട്ട് നാരങ്ങ നീര് പിഴിഞ്ഞ് വെച്ചാൽ മതി കേട്ടോ. എന്നിട്ട് നമുക്ക് അതിലേക്ക് ഒരു നുള്ള മഞ്ഞൾപ്പൊടി ഇട്ടെടുക്കാം. ഏകദേശം ഒരു 1/2 സ്പൂണോളം മഞ്ഞളുടെ പൊടി കൂടി ചേർത്തിട്ട് ഇതുപോലെ കൈ കൊണ്ടൊന്ന് ഞൊലച്ച് ഒന്ന് ഞൊലച്ചിട്ടെടുത്തതിന് ശേഷം ഈ ഒരു ഐറ്റം ഉണ്ടല്ലോ, നമ്മൾ എടുത്ത് വെച്ചേക്കുന്നത് നിങ്ങൾക്ക് വളയാണോ മാലയാണോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ഇതുപോലെ ഇട്ടിട്ട് ഏകദേശം ഒരു 10 മിനിറ്റ് നേരം നമുക്കൊന്ന് വച്ചു കൊടുക്കാം. അപ്പോൾ ഇതുപോലെ നമുക്ക് ഇതിനകത്തേക്ക് ഒരു നുള്ള സോപ്പ് ലൈനോ അതല്ലെങ്കിൽ സോപ്പിൻ്റെ പൊടിയൊക്കെ വീട്ടിരിപ്പുണ്ടെങ്കിൽ അത് നമുക്കൊരു നുള്ള ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് വേണം കേട്ടോ. നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ട് വേണം ഒരു 10 മിനിറ്റ് നേരം വെയിറ്റ് ചെയ്യാനായിട്ട്. എന്നാലാണ് പെട്ടെന്ന് ആ ഒരു പച്ച ക്ലാവൊക്കെ കൂടെ ഇളകി കിട്ടത്തുള്ളൂ. അപ്പോൾ ഇതിങ്ങനെ വച്ചാൽ മാത്രം പോരാ, നമുക്ക് ഇതൊന്ന് ഒരു 10 മിനിറ്റ് നേരം കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു ചായപാത്രമോ അങ്ങനെ എന്തെങ്കിലും ഒരു പാത്രം ഉണ്ടെങ്കിൽ അതിലേക്ക് ഇട്ടിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇതുപോലെ ഞാനിപ്പോൾ ഒന്ന് അടുപ്പിൽ തീ കത്തിച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാനിപ്പോൾ ഇതൊരു പാത്രം വെച്ചിട്ട് അതിലേക്ക് ഞാനിപ്പോൾ ഇതുപോലെ അതങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഒരു നുള്ളു വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നാലാണ് ഒന്ന് മുങ്ങിക്കിടന്നൊന്ന് തിളച്ച് വരാത്തുള്ളൂ. അപ്പം ഇപ്പോൾ കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് തിളപ്പിക്കാം കേട്ടോ. തിളപ്പിക്കാൻ നേരത്ത് ഒരു നുള്ളു സോപ്പ് ലൈനോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് നമുക്ക് ഇതുപോലെ ഇട്ട് വയ്ക്കാം. തിളയ്ക്കാനിട്ടൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ തിളയ്ക്കുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒരു നുള്ള മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു കളറും കിട്ടുകയും ചെയ്യും, നല്ലൊരു ഇതുപോലെ ഇരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് ഇത്തിരി ഒരു മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് തിളയ്ക്കാൻ ഒരു 5 മിനിറ്റ് നേരം മതി കേട്ടോ. പെട്ടെന്ന് തിളച്ച് കിട്ടും. ഒരു തുള്ളി വെള്ളത്തിലല്ല നമ്മൾ എടുക്കുന്നത്. അപ്പം ഇതുപോലെ ഒന്ന് തിളച്ച് മറിയാനായിട്ട് വെയിറ്റ് ചെയ്യാം കേട്ടോ. അതിനുശേഷം തിളച്ച് മറിഞ്ഞ് കഴിഞ്ഞപ്പം നമുക്കൊന്നും കൂടെ തീ ഓഫ് ചെയ്യാം. അപ്പോഴത്തേക്ക് നമുക്ക് ആ ഒരു പച്ചക്കറിയും ഇതിനകത്ത് ക്ലാവൊക്കെ ഉണ്ടെങ്കിൽ അതൊന്നും ഇളകി പൊക്കോളും. ഇനി ഇത് ഓഫ് ചെയ്തിട്ടതിന് ശേഷം ചൂടാറിയതിന് ശേഷം നമുക്ക് ഇതിനകത്ത് നിന്ന് എടുത്തിട്ട് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതുപോലെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ചൂടാറിയതിന് ശേഷം ഇതുപോലെ ഒന്ന് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിനകത്തേക്ക് നമുക്ക് വേണമെങ്കിൽ ഒരു നുള്ള സോപ്പ് ലൈനോ അല്ലെങ്കിൽ സോപ്പിൻ്റെ എന്തെങ്കിലുമൊക്കെ പൊടിയോ അങ്ങനെ എന്തെങ്കിലും ഇരിപ്പുണ്ടെങ്കിൽ നമുക്കത് ഇതുപോലെ ഒന്ന് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം എന്തെങ്കിലും ബ്രഷോ അതല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും കമ്പിയോ നമ്മൾ പാത്രം തേക്കുന്ന അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു വീട്ടിലിരിപ്പുണ്ടെങ്കിൽ ഒന്ന് വരച്ചൊന്ന് ക്ലീൻ ചെയ്തെടുത്താൽ മതി കേട്ടോ. അതുപോലെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുക. അപ്പോൾ പച്ചക്ലാവൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് അങ്ങോട്ട് ഇളകി പോയിട്ട് നമ്മൾ പോലും ഞെട്ടിപ്പോട്ടെ. നമ്മൾ ആ ഒരു പച്ച ആ കറുത്ത ഒരു എന്താണ്ട് പോലെ ഇരുന്ന ഒരു പഴയ നമ്മുടെ ആഭരണങ്ങളൊക്കെ നല്ല പൊതിയതുപോലെ പെട്ടെന്ന് ഇതങ്ങോട്ട് ക്ലീൻ ചെയ്തെടുത്ത് നമുക്കത് കൈ കിട്ടും കേട്ടോ. അപ്പം എന്താ കണ്ടില്ലേ, നമ്മൾ ഇത് കഴുകുമ്പോൾ തന്നെ കണ്ടില്ലേ അതിനകത്തുള്ള കളർ കണ്ടോ, നല്ല രീതിയിൽ തന്നെ ആ കറയൊക്കെ പോയി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് എന്നിട്ട് ഉറച്ചതിന് ശേഷം ഉണ്ടല്ലോ നല്ല പച്ച വെള്ളത്തിൽ ഒന്നും കൂടെ മുക്കിയെടുത്ത് നമുക്കൊന്ന് തുടച്ചെടുക്കാം കേട്ടോ. എന്നിട്ട് തുടച്ച് കഴിഞ്ഞപ്പോൾ എങ്ങനെയാണെന്ന് കളർ കാണിച്ചു തരാം കേട്ടോ. എന്താ നോക്കിക്കേ, നല്ല രീതിയിൽ ആ ഒരു പച്ച കളറും ആ ഒരു കറുത്ത ക്ലാവൊക്കെ അങ്ങോട്ട് പോയിട്ട് കണ്ടില്ലേ. അപ്പോൾ ഇതുപോലെ നമുക്കുണ്ടല്ലോ നമ്മുടെ ഈ കുട്ടികളുടെയൊക്കെ നമുക്ക് നമ്മൾ ഈ ഒരു നമുക്ക് ഗ്യാരണ്ടി ആഭരണങ്ങൾ മാത്രമല്ല, നമുക്ക് വെള്ളിയുടെ കുട്ടികളുടെ കുലിസ് അതുപോലെ വെള്ളിയുടെ അരഞ്ഞാണമൊക്കെ ഉണ്ടല്ലോ, നമുക്ക് കുട്ടികളുടെ കാലിലൊക്കെ അരയിലൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ കറുത്ത് പോയേക്കുന്ന നമുക്ക് ഇങ്ങനത്തെ വെള്ളി ആഭരണങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഈ ഒരു രീതിയിലാണ് നിങ്ങളത് ക്ലീൻ ചെയ്തെടുക്കുന്നതെങ്കിൽ വെള്ളി ആഭരണങ്ങൾ നല്ല പുത്തം പോലെ ഇരിക്കും. ഇനിയിപ്പോൾ അത് മാത്രമല്ലാണ്ട് നമുക്കുണ്ടല്ലോ ഈ ഒരു നമ്മുടെ സ്വർണ്ണത്തിൻ്റെ അതുപോലെ കുലിസ് അതിൽ മാലയൊക്കെ ഒന്ന് കളറ് ഒന്ന് പഴയതുപോലെ മങ്ങി പോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പെട്ടെന്ന് ക്ലീൻ ചെയ്തെടുക്കാനൊക്കെ ആയിട്ടും എളുപ്പമാണ് കേട്ടോ. അപ്പം ഇതുപോലെ നിങ്ങളൊന്ന് ക്ലീൻ ചെയ്തെടുത്ത് നോക്ക്, നല്ല പുത്തം പോലെ ആയി കിട്ടും കേട്ടോ. അപ്പം അമ്മമാരൊക്കെ കളയാൻ വെച്ചേക്കുന്ന അതുപോലത്തെ മാലയും വളയൊക്കെ എവിടെയെങ്കിലും ഇരിപ്പുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തു കേട്ടോ. പെട്ടെന്ന് അഴുക്കൊക്കെ പോയി കിട്ടും. അപ്പോൾ നല്ലൊരു കാണാം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാ മാതാപിതാക്കളുടെ കുട്ടികളുടെ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാൻ മറക്കരുത്. ഇതുവരെ നമ്മൾ ചാനൽ ഫോളോ ചെയ്ത ഫ്രണ്ട്സിലേക്കാണ് വീഡിയോസ് കാണണമെങ്കിൽ ഒന്ന് ഫോളോ കൂടി ചെയ്തിരിക്കാൻ മറക്കില്ല കേട്ടോ. ബൈ.